ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40-ാം വെള്ളിയാഴ്ചയാണ് ഇന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നോമ്പിൻ്റെ കാലത്തിലൂടെയാണ് പോകുന്നത്. ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ 40-ാം വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത്. കാരണം ഇന്ന് 40-ാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ പള്ളിയിൽ നിന്ന് നടന്ന് പ്രദക്ഷിണമായിട്ട് തിരിച്ച് പള്ളിയിലേക്ക് എത്തുന്ന രീതിയിലാണ് പള്ളിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. ഇതാണ് എൻ്റെ പള്ളി. സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ചർച്ച് മയിലാടുംപൊട്ടിയാണ് പള്ളി. അതിമനോഹരമായ പള്ളിയാണ് ഞങ്ങളുടേത്. അപ്പം ഏകദേശം ഇന്ന് 6 മണിക്കാണ് കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ 5:45 ആയപ്പോഴത്തേക്കും പള്ളിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ പള്ളിയിൽ എത്തിച്ചേർന്നു. ഞങ്ങളുടെ പള്ളിമുറ്റത്ത് അതിമനോഹരമായ പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏകദേശം സന്ധ്യാസമയമായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. 6 മണിക്ക് തന്നെ കൃത്യം പള്ളിയിൽ നിന്ന് കുരിശിൻ്റെ വഴി ആരംഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ വികാരിയച്ഛൻ തന്നെയാണ്. റവറൻഡ് ഡോക്ടർ ജോൺ ശങ്കരത്തിലച്ഛനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാകും. അപ്പോൾ നമ്മുടെ എനിക്ക് എപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുഞ്ഞുനാളിൽ ഇങ്ങനെ കുരിശിൻ്റെ വഴിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ചെറുപ്പത്തിലൊരു മലയൊക്കെ കയറി ഒരുപാട് കുന്നിൻ്റെ മുകളിലായിരുന്നു 40-ാം വെള്ളിയാഴ്ച പ്രദക്ഷിണമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ രാവിലെയാണ് പ്രദക്ഷിണത്തിന് പോകുക. ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലത്ത് ശരിക്കൊരു സഹനത്തിൻ്റെ വഴിയിലൂടെയായിരുന്നു അന്നൊക്കെ നടന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല കഞ്ഞിയും പയറും മാങ്ങാച്ചാറൊക്കെ കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തുന്നത് വൈകുന്നേര സമയത്താണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇടവകയിലെ എല്ലാ ആളുകളും, പ്രായമായവരും കുട്ടികളും എല്ലാവരും നല്ല സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് മലയാറ്റൂർ പോകുന്നൊരു കുരിശിൻ്റെ വഴി സമയത്ത് പോകാറുണ്ട്, നോമ്പുകാല സമയത്ത്. അപ്പോൾ വീട്ടിലുള്ള പപ്പയും മമ്മിയും സഹോദരങ്ങളൊക്കെ കൂടിയായിരിക്കും നമ്മൾ പോവുക. അവിടെ എത്തിക്കഴിയുമ്പം ഓരോ കുരിശിൻ്റെ വഴികളും ഓരോ സ്ഥലങ്ങളും ചെല്ലുമ്പോഴും അവിടെ നിന്ന് തന്നെ പുസ്തകത്തിൽ നിന്ന് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഭക്തിപൂർവ്വമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പള്ളിയുടെ ഗ്രോട്ടോയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ ആ ഗ്രോട്ടോ വലം വെച്ച് നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് തന്നെ പോകുകയാണ്. ആവശ്യക്കാർക്ക് വെള്ളമൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാനും പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെറിയൊരു സ്ഥലത്തേക്ക് പോകാൻ തന്നെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എപ്പോഴും വണ്ടിയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് പൊതുവെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടും. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇങ്ങനെയുള്ള പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലാക്സ് ആവും. അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കൂടുതൽ കാണുമ്പോൾ നമുക്ക് സന്തോഷമാവും. എന്തായാലും കുരിശിൻ്റെ വഴിയുടെ ഒരു ഭാഗം ചൊല്ലാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ കുരിശിൻ്റെ വഴി ചൊല്ലുക എന്ന് പറയുന്നത്. അത് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അതിൽ ശരിക്കും ഒന്ന് ലയിച്ച് നമ്മൾ അതിൽ കൊള്ളുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കില്ല. കാരണം നമുക്ക് വേണ്ടി ഈശോ സഹിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും അല്ലാതായി തീരും അല്ലേ. നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ച ആ രംഗങ്ങളും അല്ലെങ്കിൽ ആ നാളുകളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളായിരുന്നുവെങ്കിലെന്ന്. അപ്പോൾ നമ്മുടെ വേദനകളും പ്രയാസങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും. എങ്കിലും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തോട് കൂടുതൽ അറിയുവാനും പശ്ചാത്താപിക്കാനും നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നല്ല വിശുദ്ധരായി ജീവിക്കാനുള്ളൊരു നാൾ കൂടിയാണ് നമ്മുടെ 50 നോയമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 8 മണിയോടുകൂടി പള്ളിയിൽ തിരിച്ചെത്തി. നമ്മൾ ലാസ്റ്റത്തെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കുരിശിൻ്റെ വഴി കഴിഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി.